വഖഫ് നിയമ ഭേദഗതി ലോക്സഭ പാസാക്കിയതോടെ പടക്കം പൊട്ടിച്ച് ആഹ്ലാദ പ്രകടനം നടത്തുകയാണ് മുനമ്പം സമരപന്തലിൽ ഉള്ള ആളുകൾ. അവർ ഇന്നലെ അങ്ങനെയാണ് ഈ തീരുമാനത്തെ എതിരേറ്റത്. ബില്ലിനെ എതിർത്ത എറണാകുളം MP IB ഈഡനെതിരെ രൂക്ഷ വിമർശനവും സമരസമിതി ഉയർത്തി. അവകാശങ്ങൾ പൂർണ്ണമായി ലഭിക്കും വരെ സമരം തുടരുമെന്ന് മുനമ്പം ഭൂസംരക്ഷണ സമിതി രക്ഷാധികാരി ഫാദർ ആന്റണി സേവ്യർ 24-നോട്. ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് വഖഫ് ബോർഡിൻ്റെ ആസ്തിപ്പട്ടിയുള്ള ഞങ്ങളുടെ സ്ഥലം തിരിച്ചു കിട്ടുന്നതുവരെ ഞങ്ങൾ സമരത്തിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും. ജനം എല്ലാം കണ്ടിട്ടുണ്ട്. ജനങ്ങൾക്ക് തീരുമാനിക്കാം ഇനി ഏത് രീതിയിലുള്ളൊരു പ്രതികരണം വേണമെന്നുള്ളത്. ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും അതോടൊപ്പം തന്നെ മുനമ്പം എന്ന പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് പലർക്കും താല്പര്യമുണ്ട്. പക്ഷേ അതവർ ചെയ്തില്ല. ഏതായാലും ഈ ഭേദഗതി ബില്ല് ഞങ്ങളെ സഹായിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി റാഫി കരീം മുനമ്പത്ത് നിന്ന് തത്സമയം ചേരുകയാണ്. റാഫി, ഗുഡ് മോർണിംഗ്. പറയൂ റാഫി, എന്തൊക്കെയാണ് വിവരങ്ങൾ? മുനമ്പത്ത് ആഹ്ലാദമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. വെരി ഗുഡ് മോർണിംഗ് SK. എന്തായാലും ഇന്നലെ വഖഫ് നിയമ ഭേദഗതി ബില്ല് ലോക്സഭയിൽ പാസ്സായതിന് പിന്നാലെ വലിയ ആഘോഷമായിരുന്നു മുനമ്പത്തെ ജനങ്ങൾക്കുണ്ടായിരുന്നത്. അത് അവർക്ക് 172 ദിവസം, ഇന്നലെ വരെയുള്ള കണക്കിൽ 172 ദിവസമാണ് അവർ നിരാഹാര സമരം പിന്നിട്ടത്. ഈ 172 ദിവസത്തെ വലിയ ഒരു സങ്കടത്തിന് അവർ നേരിട്ട വലിയൊരു പ്രതിസന്ധിക്ക് ഇന്നലെ ചെറിയൊരു ആശ്വാസമായ ദിവസമായിരുന്നു. അതുകൊണ്ട് അത് വലിയ തോതിൽ തന്നെ മുനമ്പത്തെ ജനങ്ങൾ ഇന്നലെ ആഘോഷിക്കുന്നതും കണ്ടു. ഇന്ന് രാവിലെ അല്പസമയം മുമ്പ് നമ്മൾ ഈ മുനമ്പത്തെ ഈ ഭൂസമര സമിതിയുടെ രക്ഷാധികാരി ആന്റണി സേവ്യറുമായി സംസാരിച്ചിരുന്നു. ഫാദർ ആന്റണി സേവ്യർ നമ്മളോട് പങ്കുവച്ചത് ഇന്നലത്തെ ലോക്സഭയിൽ ഈ വഖഫ് നിയമ ഭേദഗതി ബില്ല് പാസ്സായത് വലിയ ആശ്വാസമാണ്. ഇനി ഈ ബില്ല് രാജ്യസഭയിലേക്ക് എത്തേണ്ടതുണ്ട്. അതിനുശേഷം രാഷ്ട്രപതിയുടെ അംഗീകാരം നേടേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഇനിയും നടക്കാനുണ്ട്. ഒപ്പം തന്നെ കോഴിക്കോടുള്ള ട്രൈബ്യൂണലിൽ, വഖഫ് ട്രൈബ്യൂണലിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസ് നടക്കുന്നുണ്ട്. ഇത്തരം സ്ഥലങ്ങളിൽ നിന്നെല്ലാം കൃത്യമായൊരു നീതി ലഭിച്ചതിന് ശേഷമായിരിക്കും ഈ സമരം പൂർണ്ണമായും അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ മുനമ്പത്തെ ജനങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ അത് പൂർണ്ണമായും പുനഃസ്ഥാപിക്കപ്പെടണം. ആ റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായും കിട്ടുന്നതുവരെ ഈ സമരം തുടരുമെന്നുള്ളതാണ്. ഇന്നലെ ഈ നിരാഹാര സമരത്തിൻ്റെ 172-ാം ദിവസമായിരുന്നു. ഇന്ന് 173-ാം ദിവസം. പുതിയ ബോർഡ് അവർ വെച്ചിട്ടുണ്ട്. 173 ദിവസത്തിലേക്ക് ഈ സമരം കടന്നിരിക്കുന്നു. അതായത് ഇനിയും ഈ സമരം തുടരും. മുനമ്പത്തെ ജനങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായും ലഭിക്കുന്നതുവരെ ആയിരിക്കും ഈ സമരം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ സമരസമിതിയുടെ കൺവീനറുണ്ട്. എന്താണ് ഇനി നിങ്ങൾക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ? ഇപ്പോൾ രാജ്യസഭയിലും കൂടി ഇന്ന് അത് ബില്ല് പാസ്സാകും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമമായി കഴിഞ്ഞാൽ അടിയന്തിരമായി സംസ്ഥാന ഗവൺമെൻറ് ഇടപെട്ട് ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു തരണം. കാരണം ഒരു നിയമം വന്നു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കി തരേണ്ടത് എക്സിക്യൂട്ടീവാണ്. ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരള മന്ത്രിസഭയാണ് അത് ചെയ്തു തരേണ്ടത്. അത് ചെയ്തു തരുന്നതോടുകൂടി ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരമാണ് ലഭിക്കുന്നത്. ഇന്നലെ വലിയ ചർച്ചകൾ ലോക്സഭയിൽ ബില്ലുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. കേരളത്തിൽ നിന്നുള്ള പ്രതിപക്ഷ MPമാരെല്ലാം തന്നെ വലിയ തോതിൽ ബില്ലിനെ എതിർത്തിരുന്നു. KCBC മുൻപ് ഈ പ്രതിപക്ഷത്തെ MPമാരോട് ഈ ബില്ലിനെ അനുകൂലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട്? KCBC ശരിയായ രീതിയിലുള്ള പഠനം നടത്തിയതിന് ശേഷമാണ് കേരളത്തിലുള്ള MPമാരോട് മുനമ്പം തീരത്തെ ഈ 610 കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ബില്ല് വരുമ്പോൾ അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. പക്ഷേ എന്തായാലും ശരി, ആരും തന്നെ അതിന് അനുകൂലമായി കേരളത്തിൽ നിന്നുള്ള MPമാരിൽ സുരേഷ് ഗോപി ഒഴിച്ച് ബാക്കി ആരും തന്നെ അതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന് ഞങ്ങൾക്ക് മുനമ്പം തീരജനത്തിന് വലിയ വിഷമമാണ് അതിനകത്തുള്ളത്. ഏത് രീതിയിലായിരിക്കും ആ സമീപനത്തിൽ നിങ്ങൾ ഇനി പ്രതികരിക്കും? ഞങ്ങൾ ഈ പറയുന്ന പോലെ സമരം കൂടുതൽ ശക്തമാക്കി തന്നെ മുന്നോട്ട് പോവുകയുള്ളൂ. കാരണം ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ അടിയന്തിരമായി പരിഹരിച്ചു കിട്ടണം. അതാണ് ഇപ്പോൾ ഇത്രയും. എന്തായാലും ശരി, ഈ ചെറിയ ഈ പ്രദേശത്തെ ജനങ്ങളുടെ വികാരം പാർലമെൻറ്റിൽ ശക്തമായി മുഴങ്ങി നിന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമാണ്. ഇത് ഈ നാടിൻ്റെ വിജയമാണ്. ഞങ്ങളുടെ എല്ലാം കൂട്ടായ പ്രാർത്ഥനയുടെയും കൂടി അനന്തരഫലമാണ്. തീർച്ചയായും ഇവർ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തായാലും പൂർണ്ണമായ റവന്യൂ അവകാശങ്ങൾ അത് നേടിയെടുക്കും വരെ മുനമ്പത്തെ സമരം തുടരുമെന്നുള്ളതാണ്. എന്നാൽ ഇന്നലത്തെ പാർലമെന്റിൽ നടന്ന ചർച്ചകളിൽ ഈ മുനമ്പം വിഷയം വലിയ തോതിൽ ഉന്നയിക്കപ്പെട്ടത് ഇവർക്ക് ആശ്വാസമാകുന്നുണ്ട്. ഇവരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുമെന്നാണ് ഇവർ കരുതുന്നത്. ഇന്ന് കൂടുതൽ നേതാക്കൾ ഈ സമരവേദിയിലേക്ക് എത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ളവർ ഉച്ചയ്ക്ക് ശേഷം ഈ സമരവേദിയിലേക്ക് എത്തും എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇത്തരത്തിൽ ഇനിയും ഈ സമരത്തിന്
പിന്തുണ ആളുകളിൽ നിന്ന് ലഭിക്കുമെന്ന് തന്നെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മുനമ്പത്തെ ജനങ്ങൾക്ക് ആശ്വാസമുണ്ട്. എന്നാൽ നിലവിൽ നടത്തുന്ന സമരങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാൻ അവർ തയ്യാറല്ല. റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായി നടപ്പാക്കി കിട്ടണം. ഒപ്പം തന്നെ ഇപ്പോൾ വഖഫ് ഭേദഗതി ലോക്സഭയിൽ പാസ്സായെങ്കിലും അതിന് രാജ്യസഭയിലേക്കും തുടർന്ന് രാഷ്ട്രപതിയുടെ അംഗീകാരവും നേടി അത് സംസ്ഥാന സർക്കാർ ഇവിടെ നടപ്പാക്കി കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ മുനമ്പം സമരസമിതി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. SK. താങ്ക് യു റാഫി കരീം.